ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പോണേന്. നാളെ ഞാൻ ഇൻട്രാഡേ അനാലിസിസ് ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ തേഴ്സ്ഡേ വീഡിയോയും ഫ്രൈഡേ വീഡിയോ ഒക്കെ ഓൾറെഡി ഫ്രൈഡേയും തേഴ്സ്ഡേ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നിഫ്റ്റിയുടെ ഈ ആഴ്ച എങ്ങനെ വരും എന്ന് നോക്കാം. അപ്പോൾ ഈ ആഴ്ച സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണാം. കാര്യം എന്താന്ന് വെച്ചാൽ, അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഉണ്ടാകുവാണെങ്കിലും ഈ ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും നോട്ട് ചെയ്ത് വെക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വിംഗ് അനാലിസിസ് അല്ലെങ്കിൽ വീക്ക്ലി അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഞാൻ വീക്ക്ലി അനാലിസിസ് ആയതുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിമിലാണ് എടുത്തേക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മുടെ നിഫ്റ്റി 50 ചാർട്ട് ആണത്. നമുക്കറിയാം നിഫ്റ്റി 50 കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്ത ലെവൽ 23,366.70 ആണ്. സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു ഫ്രൈഡേ, കംപ്ലീറ്റ് മൂവ്മെന്റ് സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. ആകെപ്പാടെ ബാങ്ക് നിഫ്റ്റി മാത്രമേ ഇച്ചിരിയെങ്കിലും അപ്പ് മൂവ്മെന്റ് കാണിച്ചുള്ളൂ. അതൊക്കെ ആ ഒരു ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് 26,400 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 26,400. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ്. ആക്ച്വലി ഇത് റെസിസ്റ്റൻസ് 3 ആയിട്ട് വരും. ഒരു മേജർ റെസിസ്റ്റൻസ് കൂടിയാണത്. ഈ റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസും കൂടിയാണ്. കാര്യം ഇതാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ. കാര്യം ഇത്രയും വരെ നിഫ്റ്റിക്ക് പോകാൻ കരുത്തുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ക്ലോസ് ചെയ്ത ലെവൽ മുതലാണ്. അപ്പൊ നിഫ്റ്റി കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് 23,366 എന്ന ഫ്രൈഡേ ക്ലോസിംഗ് ആണ് ഉണ്ടായത്. ആ ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബൈ സെൽ വാല്യൂ 49 പോയിന്റ്സ്, സോറി ബൈ സെൽ വാല്യൂ അല്ല, ബൈ നെഗറ്റീവ് വാല്യൂ 49 പോയിന്റ്സ്, ബൈ സെൽ വാല്യൂ 23,366 തന്നെ. നെഗറ്റീവ് 0.21% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നത്. ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇപ്പോൾ സപ്പോർട്ട് ലെവൽ, ഏറ്റവും താഴത്തെ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാവുന്ന സപ്പോർട്ട് ലെവൽ 22,200 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 22,200. ഇതാണ് നമ്മുടെ ഏറ്റവും മേജർ സപ്പോർട്ട് ലെവല്. നമ്മുടെ സപ്പോർട്ട് ലെവലിൽ വീക്ക്ലിയിൽ നോക്കാൻ നേരത്ത് വീക്ക്ലി സപ്പോർട്ട് ലെവൽ 2, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. കാര്യം സ്വിംഗിൽ നോക്കാൻ നേരത്ത് ഈ സോണിലാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ മൂവ്മെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് വീക്ക്ലി റെസിസ്റ്റൻസ് നമുക്ക് എടുക്കാവുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. കാര്യം കഴിഞ്ഞ ആഴ്ച ഈ ഡെയിലി ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഓരോ ക്യാൻഡിലും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഓരോ ക്യാൻഡിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മൂവ്മെന്റിൽ പലതവണ റെസ്പെക്ട് ചെയ്ത ലെവലാണ് ഈ 23,511 എന്ന് പറയുന്ന ലെവല്. അപ്പൊ റൗണ്ടപ്പ് ആയിട്ട് ഞാൻ 23,500 എന്ന് എടുക്കാം. അപ്പോൾ 23,500 ഇതായിരിക്കും നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ള ലെവൽസ് ഒക്കെ നോക്കണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആവറേജ് ലെവൽ മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ആവറേജ് ലെവൽ മൂവ്മെന്റ് നമ്മൾ മേജർ റെസിസ്റ്റൻസിൽ നിന്ന് മേജർ സപ്പോർട്ടിൽ നിന്ന് ഞാൻ ഈ ലെവൽ എടുക്കാൻ നേരത്ത് ഈ സെന്റർ മോസ്റ്റ് പൊസിഷൻ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നിഫ്റ്റി സ്വിംഗിൽ, അതായത് വീക്ക്ലിയിൽ നല്ല സെൽ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നല്ല സെൽ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെസിസ്റ്റൻസസ് വരുന്നത് ഇവിടെ, 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 ഇതെല്ലാം ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ സ്വിംഗിന്റെ കേസിലാണ് പറയുന്നത്. ഇൻട്രാഡേയിൽ വ്യത്യാസമുണ്ട്. ഇൻട്രാഡേയില് അപ് ട്രെൻഡിന്റെ കാര്യം ഞാൻ ഇൻട്രാഡേയിൽ പറയാം. പക്ഷെ നമ്മളൊരു സ്വിംഗിൽ നോക്കുമ്പോൾ ഇത്രയും വലിയ റേഞ്ചിൽ നോക്കണം. ഈ സ്വിംഗിൽ നോക്കാൻ നേരത്ത് ഈ ഒരു ഞാൻ ഇവിടെ നിന്ന് എടുത്തു, റെസിസ്റ്റൻസ് ടു സപ്പോർട്ട് ലെവൽ എടുത്തു. അപ്പോൾ ഈ ഒരു സോൺ കണ്ടോ, ഞാൻ ഈ സെന്റർ മോസ്റ്റ് സോൺ ആണ് ഞാൻ എടുത്തത്. ഈ ഒരു സോൺ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ഞാൻ തൽക്കാലം ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. അപ്പൊ ഈ വരച്ചേക്കണ ഒരു ആവറേജ് ലെവൽ സോൺ വീക്ക്ലിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീക്ക്ലി അനാലിസിസിൽ മാർക്കറ്റ് ഒരു
അപ് ട്രെൻഡിലോട്ട് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സോണിലോട്ട് മൂവ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ടു വീക്ക്ലി റെസിസ്റ്റൻസ് ടു 24,300 ആണ്. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 24,300 ആണ് നമുക്ക് വീക്ക്ലി റെസിസ്റ്റൻസ് ടു വരുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ് നമുക്ക് വീക്ക്ലിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പുള്ള എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഫിബിനോക്കി ലെവൽസ് വെച്ച് അനലൈസ് ചെയ്താണ്. ഈ 24,300 എന്ന ലെവല് ഫിബിനോക്കി വെച്ച് നോക്കാൻ നേരത്തും വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. അതുകൊണ്ട് വീക്ക്ലിയിലും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഇൻട്രാഡേയിൽ വരുവാണെങ്കിലും ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ലെവലായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രാഡേയിലാണ്, വീക്ക് സ്വിങ്ങിലാണ് ചെയ്യണമെങ്കിലും ഇൻട്രാഡേയില് സ്വിങ്ങിൽ ചെയ്യുന്ന ദിവസങ്ങളിൽ, വീക്ക്ലിയിൽ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ ഇവിടെ ഒരു നല്ല ഹെവി, നല്ല ബോഡിയുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബുള്ളിഷ് മൂവ്മെന്റ്, പിന്നെ ഒരു അപ്വേർഡ് മൂവ്മെന്റ്, ഒരുപാടല്ല, വീക്ക്ലിയിൽ എന്നൊക്കെ പറയാൻ നേരത്ത് ഇത്രയും മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. വീക്ക്ലിയിൽ, ഇൻട്രാഡേയിൽ വ്യത്യാസമുണ്ട്, ഇൻട്രാഡേയിലെ കാര്യം പറയാം. കാര്യം ഇവിടെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ബാക്കി ഗ്യാപ്പ് ഒക്കെ ഒരുവിധം ക്ലോസ് ആയി. ആ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഈ ഗ്യാപ്പിന്റെ പൊസിഷൻ വരെ ഞാൻ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കാം. ഈ ഗ്യാപ്പിന്റെ ഈ ഒരു പൊസിഷൻ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത്രയും ബുള്ളിഷ് മൂവ്മെന്റ് വീക്ക്ലിയിൽ പ്രതീക്ഷിക്കാം. എടുത്തെടുത്ത് പറയുന്ന, ഞാൻ ഇത് വീക്ക്ലിയിലാണ് പറയുന്നത്, ഇൻട്രാഡേയിലല്ല. ഇൻട്രാഡേയിൽ നാളെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ വന്നാലും ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എപ്പോഴും മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഗ്യാപ്പ് അപ്പ് വന്നാലും ഈ വീക്ക്ലി ലെവൽസ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഒരു April 7th വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടായത്. സാധാരണ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 2-3 അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും കൊണ്ടുണ്ടാകുന്ന ഒരു മൂവ്മെന്റ് ആണ് ഒറ്റ ഗ്യാപ്പ് അപ്പിൽ April 7th ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് ഇപ്പൊ ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ പതുക്കെ പതുക്കെ ഈ ഗ്യാപ്പ് ഇവിടെ ക്ലോസ് ആയി, കുറച്ച് പിന്നെ പതുക്കെ പതുക്കെ താഴ്ത്തോട്ട് വന്ന് കഴിഞ്ഞ ഫ്രൈഡേ, അതായത് ഈ കഴിഞ്ഞ ഫ്രൈഡേ കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ ഉള്ള ആവറേജ് ഡേയ്സ് എടുത്താൽ, ഒരു ദിവസം കൊണ്ടുണ്ടായ ഗ്യാപ്പ് ആണെങ്കിലും ആവറേജ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 62 ഡേയ്സ് എടുത്തു ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആക്കണം. ഇവിടെ നമുക്ക് ഇതൊക്കെ ടൂൾസിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ നമ്മുടെ കോഴ്സിൽ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അത് മാത്രമല്ല ലെവൽസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ വീഡിയോയുടെ അവസാനം വരെ കാണുക. ലാസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഫോൺ നമ്പർ ഒക്കെ തരുന്നതായിരിക്കും. ഇപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ ഈ 62 ഡേയ്സ് ടൈം എടുത്തു നമ്മുടെ മാർക്കറ്റിന് ഈ ഒരു സിംഗിൾ ഡേ ഫോം ചെയ്ത ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഇതായത് 656 പോയിന്റ്സ് ഉണ്ടായിരുന്ന ഗ്യാപ്പാണ്, റൗണ്ട് അപ്പ് ആയിട്ട് 650 എന്ന് പറയാം. ഈ ഗ്യാപ്പാണ് ഫ്രൈഡേയോടെ കംപ്ലീറ്റ്ലി ഫില്ലായത്. April 7th ഫോം ചെയ്ത ഗ്യാപ്പാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ലായി. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പിന്റെ പൊസിഷൻ വെച്ച് ഇനി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ഫസ്റ്റ് സപ്പോർട്ട് ലെവല് വീക്ക്ലിയിൽ വരാൻ പോകുന്നത് 23,000 ആയിരിക്കും. കാര്യം ഗ്യാപ്പ് ഫില്ലായത് കൊണ്ടാണ് 23,000 എന്ന ലെവല് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട്, ഇൻട്രാഡേ അല്ല, വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. ഈ ഒരു ലെവലിന് നോക്കേണ്ടത് നമുക്ക് ഒരു ബെയറിഷ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഞാനൊരു ബെയറിഷ് ക്യാൻഡിൽ കാണിച്ചു തരാം. ഇൻട്രാഡേയില് നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ, നല്ല ബോഡിയോട് കൂടിയുള്ള ബെയറിഷ് ക്യാൻഡിൽ, ഇവിടെ വന്ന് ടച്ച് ചെയ്താൽ പോരാ, ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ബെയറിഷ് ക്യാൻഡിൽ 23,000 കടക്കുവാണെങ്കിൽ പിന്നെ 22200, അതായത് 22,200 വരെ മാർക്കറ്റ്
താഴ്ത്തോട്ട് വീഴാൻ വീക്ക്ലിയിൽ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവൻ ഇൻട്രാഡേയിൽ ചെയ്യുവാണെങ്കിൽ പോലും ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് 24,300 എന്ന ലെവല് വളരെയധികം നോട്ട് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാൽ ആ ലെവലിൽ നിന്നായിരിക്കും ട്രെൻഡ് ചേഞ്ച് ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള. ട്രെൻഡ് ചേഞ്ച് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയതിനു ശേഷം, അതായത് ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്ന് തന്നെ ഞാൻ മാർക്ക് ചെയ്യാം. മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയതിനു ശേഷം ഞാൻ പറഞ്ഞു ഈ 24,300 ഇമ്പോർട്ടന്റ് ലെവലാണെന്ന്. ഇവിടം വരെ പോയതിനു ശേഷം പിന്നെ മാർക്കറ്റ് താഴെ റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം അത് ഇമ്പോർട്ടന്റ് കൺഫർമേഷൻ ലെവലാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ച് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ട്രേഡ് എടുക്കുന്നവര് വളരെ ഇത് സൂക്ഷിച്ചു നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. കാര്യം ഇത് ഇമ്പോർട്ടന്റ് 24,300 എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് കൺഫർമേഷൻ ലെവൽ ആണെന്ന് മാത്രമല്ല, ഇവിടെ ധാരാളം ഫേക്ക് ബ്രേക്ക്ഔട്ട്സ്, ചെറിയ ചെറിയ ഫേക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. കണ്ടോ, ഈ 24,300 അവിടെ വന്നിട്ട് കണ്ടോ ഒരു ചെറിയ ഫേക്ക് ബ്രേക്ക്ഔട്ട് കണ്ടോ, ഇവിടെ ചെറിയൊരു ഫേക്ക് ബ്രേക്ക്ഔട്ട്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ഡൗൺഫോൾ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് 24,300 നോക്കണ്ട ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ഫിബൊനാച്ചി ലെവലും കൂടിയാണ്. അത് നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നിഫ്റ്റിയിലെ വേറൊരു കാര്യം കൂടി എടുത്ത് കാണിക്കാനുള്ളത് വീക്ക്ലിയിൽ എടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നിഫ്റ്റിയിലെ ഞാനിവിടെ പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ലെവൽ ആണ് ഇത് 24,300. ഓക്കെ, പിന്നെ ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ഒരു W പാറ്റേൺ ഫോർമേഷനും കൂടി കാണാം. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഇതാണ് നമ്മുടെ W പാറ്റേൺ ഫോർമേഷൻ വരുന്നത്. നമ്മുടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസും അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റ് അപ്പ് മൂവ്മെന്റ് നടത്തുവാണെങ്കിൽ ഈ 24,300 ഇമ്പോർട്ടന്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ W പാറ്റേൺ ബ്രേക്ക്ഔട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബയേഴ്സ് ഡോമിനേഷൻ പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല ആ ഒരു ലെവൽ ഏകദേശം ഇവിടം വരെ, അതായത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ഏകദേശം ഞാൻ ഇവിടെ വെച്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. ഒരു 200 പോയിന്റ്സ്, അതായത് 23,300, 400, 500, ഏകദേശം 24,500 വരെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഞാനൊന്ന് കറക്റ്റ് വെച്ചോട്ടെ. അതായത് ഈ ഒരു സോൺ വരെ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. കണ്ടോ, ഇത്രയും ഏകദേശം 200 പോയിന്റ്സ് വരും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ W പാറ്റേൺ ബ്രേക്ക്ഔട്ട് ആണ്, കൺഫർമേഷൻ ലെവൽ ബ്രേക്ക്ഔട്ട് ആണ്, എന്നാൽ മാത്രമേ ഈ ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം 200 പോയിന്റ്സ് വരുന്ന ബുള്ളിഷ് മൂവ്മെന്റ് ആണിത്. അപ്പൊ വീക്ക്ലി ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെവൽസ് കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ വീക്ക്ലിയിലുള്ള മൂവ്മെന്റും വീക്ക്ലിയിലുള്ള ട്രേഡിങ്ങും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന. മാർക്കറ്റ് വോളറ്റൈലാണ്, വാറിന്റെ കാര്യങ്ങൾ നടപ്പുണ്ട്. അപ്പൊ ഈ ലെവൽസ് ഒക്കെ നോക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിചാരിച്ച പോലെയുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. റെസിസ്റ്റൻസ് ലെവൽസ് വരുന്നത് ഇവിടെ 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 ഇത് ഞാൻ വീക്ക്ലി ആട്ടോ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡെയിലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ സപ്പോർട്ട് ലെവലാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഫ്രൈഡേ ക്ലോസിംഗ് 54,496 എന്ന ലെവലിലാണ് നമുക്ക് ഫ്രൈഡേ ക്ലോസിംഗ് കിട്ടിയിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ 54,496.25 പ്ലസ് 188 പോയിന്റ്സ് അപ്പ്. ഇത്തിരി നല്ല മൂവ്മെന്റ് ആണ്. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് ഇൻട്രാഡേയിൽ വരുന്നത് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പൊ 188 എന്ന് പറയുന്ന നല്ലൊരു മൂവ്മെന്റ് ആണ് മൂവ് ചെയ്തത്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സോൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരും. ഇതെന്ന് പറയുന്നത് 57,500 ആണ്. റൗണ്ടപ്പ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതായിരിക്കും വീക്ക്ലി മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ മെയിൻ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ, മേജർ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവരും. ഇതെന്ന് പറയുന്നത് 50,000 ആണ് ലെവൽ വരുന്നത്. 50,000 ഇതായിരിക്കും നമ്മുടെ
മേജർ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു റൗണ്ട് അപ്പ് ആയിട്ട് സപ്പോർട്ട് ലെവൽ 2 എന്നിടാം. ഓക്കെ, പക്ഷെ മേജർ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോ ഇവിടെയും നിഫ്റ്റി പോലെ തന്നെ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെയും നമുക്ക് അറിയാം ആ ഒരു April 7th ഉള്ള ദിവസം ഇത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടായതാണ്. ഈ ഗ്യാപ്പാണ് പതുക്കെ പതുക്കെ ക്ലോസ് ആയത്. കംപ്ലീറ്റ്ലി ഇപ്പൊ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോ ഗ്യാപ്പിന്റെ ഇഷ്യൂ അത് ഇന്ന് ഫ്രൈഡേ ഒന്നും അല്ല, ഇതിന് മുമ്പ് തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 18th മെയ്യില് ബാങ്ക് നിഫ്റ്റിയിലെ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴ്ത്തോട്ട് വരാഞ്ഞതും പിന്നെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് കിട്ടിയതും. പിന്നീട് ഫോം ചെയ്ത ഒരു ചെറിയ ഗ്യാപ്പ് അപ്പും അതും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഗ്യാപ്സ് ഒക്കെ കംപ്ലീറ്റ് ക്ലോസ് ആയി വീക്ക്ലിയിൽ വെച്ച് നോക്കാൻ നേരത്തെ. അത് മാത്രമല്ല, നമുക്ക് ഇനി നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 55,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 55,000 ഇതായിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഡിസ്കസ് ചെയ്തതാണ്. ഇത് 2 തവണ മീറ്റ് ചെയ്ത സപ്പോർട്ട് ലെവലാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഒരു ഡബിൾ ബോട്ടം W പാറ്റേണുമായിട്ടും ആക്ട് ചെയ്യും. ഞാനിവിടെ മാർക്ക് ചെയ്തിടാം എങ്ങനെ വരുന്ന W പാറ്റേൺ. കണ്ടോ, ഇങ്ങനെ നല്ലൊരു W പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, W പാറ്റേൺ ബ്രേക്ക്ഔട്ട്. ആ W പാറ്റേൺ ബ്രേക്ക്ഔട്ട് ലെവലാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത് 55,000 വീക്ക്ലി റെസിസ്റ്റൻസ് 1. ഇൻട്രാഡേയിൽ കുറച്ച് വ്യത്യാസം വരും, അത് ഞാൻ ഇൻട്രാഡേയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇൻട്രാഡേ ആയിട്ട് കൺഫ്യൂഷൻ ആകരുത്. പക്ഷെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ വരണമെങ്കിൽ ഈ ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഇനി നോക്കാനുള്ളത് നമ്മുടെ മാർക്കറ്റിന്റെ ആവറേജ് മൂവ്മെന്റ് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ എടുത്തു കാണിക്കാനുള്ള വേറൊരു കാര്യം കൂടി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മാത്രമല്ല, വീക്ക്ലി അനാലിസിസ്, വീക്ക്ലിയിൽ ട്രേഡ് ചെയ്യുന്നവര് നോക്കേണ്ടത് ഇങ്ങനെ ഒരു സെമിട്രിക്കൽ പാറ്റേൺ ഫോർമേഷനും കൂടി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ താഴത്തുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടക്കുവാണെങ്കിൽ, അതായത് ഇവിടുന്ന് ഈ ഒരു സോണിൽ നിന്ന് ബ്രേക്ക്ഔട്ട് നടക്കുവാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഒരു നെക്സ്റ്റ് സപ്പോർട്ടായ 50,000 വരെ മാർക്കറ്റ് പോകാൻ ധാരാളം സാധ്യതയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക്ഔട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം ഇത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ടും കൂടിയാണ്. അതേസമയം ഈ W പാറ്റേൺ ആണ് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ, അപ്പോൾ നമ്മുടെ അപ് ട്രെൻഡ് ലൈൻ, അതായത് സെൽ ട്രെൻഡ് ലൈൻ ആണ് ബ്രേക്ക്ഔട്ട് ആകാൻ പോകുന്നത്. റെസിസ്റ്റൻസ് ലെവല് 55,000 എന്ന റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക്ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു കൺഫർമേഷനും കൂടി എടുക്കാം. അതായത് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെയുള്ള ആവറേജ് ലെവൽ കൺഫർമേഷൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ആവറേജ് സോൺ എടുക്കുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഏറ്റവും മുകളിൽ നിന്നാണ് എടുക്കുന്നത്. ഏറ്റവും ഹയർ ലെവലിൽ നിന്ന് താഴെ ലെവൽ വരെ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 56,000 എന്ന ലെവലാണ് ഇമ്പോർട്ടന്റ് ലെവലായിട്ട് വരാൻ പോകുന്നത്. കറക്റ്റ് ഒന്ന് പൊസിഷനിൽ വെച്ചോട്ടെ. കണ്ടോ, 56,000 എന്ന ലെവല് വളരെ ഇമ്പോർട്ടന്റ് ലെവലായിട്ട് വരും. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം, 56,000 എന്ന ലെവല്. കാര്യം ഈ ഒരു ലെവല് ഞാനൊന്ന് കറക്റ്റ് വെച്ചോട്ടെ. ഈ ഒരു ലെവല് ബ്രേക്ക്ഔട്ട് ആവുകയാണെങ്കിൽ ഫിബൊനാച്ചി അനാലിസിസ് വെച്ച് നോക്കാൻ നേരത്തും ഇതൊരു ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് ഒരു ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് വരും. അപ്പോൾ W പാറ്റേൺ ബ്രേക്ക്ഔട്ടും മാത്രമല്ല, ഈ ഒരു ലെവൽ 56,000 ഞാൻ ഇമ്പോർട്ടന്റ് ലെവലായിട്ട് എഴുതാം. 56,000 എന്ന റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ നമുക്ക് ഒരു കൺഫർമേഷൻ ബുൾ ട്രെൻഡ് ആയി നമുക്ക് പറയാൻ പറ്റും. അതിന് 56,000 ആണ് നമ്മുടെ കൺഫർമേഷൻ ലെവല്. ഇത് ബ്രേക്ക്ഔട്ട് ആണ്. അങ്ങനെ ബ്രേക്ക്ഔട്ട് ആവുകയാണെങ്കിൽ വീക്ക്ലിയിൽ 57,500 വരെ, കാര്യം W പാറ്റേൺ ബ്രേക്ക്ഔട്ട് ആണ്, അത് മൂവ്മെന്റ് 56,500 വരെ വീക്ക്ലിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതാണ് അതിന്റെ കൺഫർമേഷൻ ലെവൽ ബ്രേക്ക്ഔട്ട് വരേണ്ടത്. കാര്യം ഇവിടെ ഇൻട്രാഡേയിൽ നോക്കിയാലും ഇവിടെ ഏകദേശം 1595 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ആവറേജ് മൂവ്മെന്റ് വെച്ച് നോക്കാൻ നേരത്തെ അത് പോസിബിൾ ആണ്. ഒറ്റ ദിവസം കൊണ്ട് നടക്കുമെന്നല്ല, പക്ഷെ നമുക്കൊരു ബുൾ ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വളരെയധികം സൂക്ഷിച്ച് വീക്ക്ലിയിൽ ട്രേഡ് ചെയ്യണവര് ട്രേഡ് ചെയ്യണം. ഇൻട്രാഡേയിലെ കാര്യം വ്യത്യാസമുണ്ട്, ഞാൻ നാളെ ഡീറ്റെയിൽ
ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. മിസ്സാകാതെ നാളത്തെ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സിലോട്ട് കടക്കാം. അപ്പോ സെൻസെക്സും നമ്മളിവിടെ എടുത്തു നോക്കുവാണെങ്കിൽ സെൻസെക്സിലും ഇവിടെ ഉള്ള ഗ്യാപ്പ് നമ്മുടെ ഏപ്രിൽ 6 ഫോം ചെയ്ത ഗ്യാപ്പാണിത്. ഏകദേശം ഇത്രയും വലിയൊരു ഗ്യാപ്പ് ആയിരുന്നു ഏപ്രിൽ 6 ഫോം ചെയ്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയൊരു ഗ്യാപ്പ്. അതേ ഇപ്പോൾ പതുക്കെ പതുക്കെ ക്ലോസ് ആയി, കംപ്ലീറ്റ്ലി ഇപ്പൊ ക്ലോസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്യാപ്പും ക്ലോസ് ആയി. ഇനിയുള്ളത് മുകളിലുള്ള ഒരു ചെറിയ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് നമുക്ക് ഇൻട്രാഡേയിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് മനസ്സിൽ വെച്ചേക്കണം. കാര്യം വീക്ക്ലിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് അവർ ഹോൾഡ് ഓൺ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അത് കോൺസെൻട്രേറ്റ് ചെയ്യണോന്ന് പറഞ്ഞത്. പക്ഷെ ഇൻട്രാഡേയിൽ വ്യത്യാസമുണ്ട്, അത് ഞാൻ ഇൻട്രാഡേയിൽ കയറുമ്പോൾ പറയാം. അത് മാത്രമല്ല ഇവിടത്തെ ട്രെൻഡും സെൽ ട്രെൻഡാണ്. ഓക്കെ, കറക്റ്റ്ലി ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 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 ഇതൊക്കെ നമ്മുടെ സെൽ ട്രെൻഡിന്റെ ട്രെൻഡ് ലൈനിന്റെ റെസിസ്റ്റൻസ് ആണ്. വീക്ക്ലി പെർഫോമൻസ് നിഫ്റ്റി പോലെ തന്നെ 2.30% ബെയറിഷ് മൂവ്മെന്റ് ആയിട്ടാണ് വീക്ക്ലി പെർഫോമൻസ് നൽകിയത്. ഫ്രൈഡേ ക്ലോസിംഗ് വന്നത് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. ഫ്രൈഡേ ക്ലോസിംഗ് വന്നത് 74,243 ആണ് നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ 74,243.34, നെഗറ്റീവ് 116.67, 0.16% ആണ് അപ്പ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് വീക്ക്ലി അനാലിസിസിലോട്ട് കടക്കാം. സെൻസെക്സിൽ നോക്കാൻ നേരത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ലെവലാണ്. ഇതെന്ന് പറയുന്നത് ഏകദേശം 72,000 ആണ്. ഇതായിരിക്കും നമ്മുടെ മേജർ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. 72,000 മേജർ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന 74,243 അവിടെ നിന്ന് താഴത്തോട്ട് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് കാണാവുന്നത് ഏകദേശം 1,868 നമ്മൾ ക്ലോസ് ചെയ്ത പൊസിഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം 2,000 പോയിന്റ്സോളം ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ട്. നമുക്കറിയാം സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് വീക്ക്ലിയിലല്ല ഇൻട്രാഡേയിൽ 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പോൾ അങ്ങാനും മാർക്കറ്റ് ഈ സെൽ ട്രെൻഡ് ലൈൻ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വരുവാണെങ്കിൽ 72,000 ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഒരു ബെയറിഷ് കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഈ 72,000 ബ്രേക്ക് ഔട്ട് ആവുന്നത് നമുക്ക് ഇവിടെ നിന്ന് പിന്നെ ഒരു സെല്ലേഴ്സ് ഡോമിനേഷൻ, വീണ്ടും ഒരു ബെയറിഷ് ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവല് എന്ന് പറഞ്ഞ് വീക്ക്ലിയിൽ നോക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ് 76,000 എന്ന ലെവല്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 76,000. ഇത് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു സോണിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കാണാമല്ലോ. പലതവണ ഡെയിലിയില് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത പൊസിഷനും കൂടിയാണിത്. പിന്നെ ആവറേജ് മൂവ്മെന്റ്, വീക്ക്ലി ആവറേജ് മൂവ്മെന്റ് വെച്ച് നോക്കിയാലും ഈ 76,000 ഇത് ഇമ്പോർട്ടന്റ് ലെവലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 76,000 വീക്ക്ലി റെസിസ്റ്റൻസ് 1 ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു. ഇനി നമുക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡ് വീക്ക്ലിയിൽ, ഇൻട്രാഡേയിലല്ല വീക്ക്ലിയിൽ ഉറപ്പിക്കണമെങ്കിൽ ഞാൻ ഒരു ഫുൾ ആവറേജ് എടുക്കാം. അപ്പൊ ഒരു ഫുൾ ആവറേജ് മൂവ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കറക്റ്റ് ആയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. റെസിസ്റ്റൻസ് ഇവിടെ വരുന്നത് ഏകദേശം 78,500 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ 78,500. 431 ഉണ്ട്, അതുകൊണ്ടാണ് റൗണ്ട് അപ്പ് ആയിട്ട് 500 എന്ന് എടുക്കുന്നത്. ഈ ഒരു ലെവൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ആയി കിട്ടണം. കാര്യം ഇത് ഈ 78,500 എന്നുള്ളത് ഞാൻ ഡോട്ടഡ് ലൈൻസിൽ തന്നെ മാർക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കൺഫർമേഷൻ ഇന്റർമീഡിയറ്റ് ലെവലാണ്. കണ്ടോ, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് കൺഫർമേഷൻ ഇന്റർമീഡിയറ്റ് ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ 75,500 ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ, അത് മാത്രമല്ല ഈ 75,500 വീക്ക്ലി റെസിസ്റ്റൻസ് 2 ആയിട്ട് വരും. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ്, ഒരു ബയേഴ്സ് ഡോമിനേഷൻ
പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മുടെ മാർക്കറ്റ് ബൈ സോണിലോട്ട് കടക്കുള്ളൂ. ബൈ സോണിലോട്ട് കടക്കുള്ളൂ. അത് മാത്രമല്ല, ഈ ബൈ സോണിനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബുള്ളിഷ് ആയിട്ട് പോകില്ല. കാര്യം ഇവിടെ മറക്കണ്ട, ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, വീക്ക്ലിയിൽ ചെയ്യണവര് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് മൂവ്മെന്റ് ഇവിടെ നോക്കുവാണെങ്കിൽ വീക്ക്ലി ആവറേജ് മൂവ്മെന്റ് 1857 ഒക്കെ മാക്സിമം മൂവ് ചെയ്യുള്ളൂ. അതിനുശേഷം ഇവിടെ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യണ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമേ പിന്നെ മാർക്കറ്റ് വീക്ക്ലിയിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ ബൈ സോണിന്റെ ആ പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം 78,500 ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് താഴ്ത്തോട്ട് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അത് സൂക്ഷിച്ചു വേണം ട്രേഡ് ചെയ്യാൻ. കാര്യം ഇത്തിരി ഗ്യാപ്പ് ഉള്ള കൊണ്ട് പിന്നെ ഈ ഗ്യാപ്പിന്റെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഗ്യാപ്പിന്റെ വലിപ്പം വരുന്നത് 665 പോയിന്റ്സ് ആണ്. അപ്പൊ ഓൾറെഡി വീക്ക്ലിയിൽ മൂവ് ചെയ്യും, പക്ഷെ ഇൻട്രാഡേയിൽ ഇതനുസരിച്ച് ട്രേഡ് ചെയ്യരുത്. കാര്യം ആവറേജ് മൂവ്മെന്റ് 500 പോയിന്റ്സ് ആണ് ഇൻട്രാഡേ സെൻസെക്സിൽ. അപ്പോൾ ഈ 665 മൂവ്മെന്റിന് ശേഷം വീണ്ടും മൂവ് ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള വലിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ആ 665 പോയിന്റ്സ് വന്ന് മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്ത് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ബൈ സോൺ ഇവിടം വരെ നിൽക്കുള്ളൂ. അതായത് ഈ ഒരു പൊസിഷനും കൂടി ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടേക്കാം. ബൈ സോൺ മാക്സിമം 8400 വരെ പോകുള്ളൂ. 8400. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 8400 വരെ മാക്സിമം. വീക്ക്ലി റെസിസ്റ്റൻസ് 3 ഇടാൻ ഞാൻ തൽക്കാലം അവിടം വരെ പോകുള്ളൂ. അവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് തന്നേക്കുന്നത് വീക്ക്ലിക്കാർക്ക് വേണ്ടി. അപ്പോൾ സൂക്ഷിച്ച് ലെവൽസ് നോക്കി ട്രേഡ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നേരത്തെ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 8870135772 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് കോളോ വാട്സാപ്പ് മെസ്സേജോ അയക്കാവുന്നതാണ്. കോഴ്സിൽ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ തിരിച്ചു വിളിച്ച് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. നമ്മൾ AI ഉപയോഗിച്ച് ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെ ചെയ്യാം, എങ്ങനെ അനലൈസ് ചെയ്യാം, നിങ്ങൾ ഒരു കോഡ് അറിയേണ്ട കാര്യമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ബേസിക്സ് ആണെങ്കിൽ പോലും A to Z നമ്മൾ പ്രൊഫഷണൽ ലെവൽ വരെ പഠിപ്പിക്കുന്നതായിരിക്കും. പ്രൈസ് ആക്ഷൻ, ട്രേഡിംഗ്, ഫിബൊനാച്ചി അനാലിസിസ്, പാറ്റേൺ, കാൻഡിൽ അനോട്ടോമി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൾ ചെയ്യാം. സീറ്റ്സ് ഈ മാസത്തെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. റെക്കോർഡിംഗ് സെഷൻ ഉണ്ട്, ഓൺലൈൻ 1-to-1 സെഷൻ ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, ഓഫ്ലൈൻ സെഷൻസും ഉണ്ട്. നമ്മുടെ കമ്പനി വന്ന് പഠിക്കാം. കമ്പനിയുടെ സ്ഥലം ഫോർട്ട് കൊച്ചിയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഫോർട്ട് കൊച്ചി വരെ വരാൻ പറ്റാത്തവർക്കാണ് ഓൺലൈൻ ലൈവ് സെഷൻസ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ വെറുതെ ലെവൽസ് കേൾക്കാതെ സ്വന്തമായിട്ട് ഇനി ഫ്യൂച്ചറിലേക്ക് സ്റ്റോക്ക് ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ അനലൈസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ഈ ഒരു ലൈഫ് ടൈം അവൈലബിലിറ്റി ഉള്ള 1 ടൈം പേയ്മെന്റ് ആണ്. ലൈഫ് ടൈം അവൈലബിലിറ്റി ഉള്ള കോഴ്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിവൈസ് ചെയ്തും നമ്മൾ ലൈഫ് ടൈം വാട്സാപ്പ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പേർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത്
മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിട. താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ.